ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി വേണം, പിന്നെ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഈ കപ്പിലുള്ള ഓയിൽ മൊത്തം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ സോയാ സോസ് വേണം, ഇത് ലൂസായിട്ടുള്ള സോയാ സോസാണ്. പിന്നെ ഉപ്പ് വേണം, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസാണ്, അത് കഴുകി കുറച്ച് നേരം കുതിർക്കാൻ വെക്കുക. കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവും. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ആ ഗ്ലാസ്സിനൊരു 3.5 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ബീൻസ്, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം. ഇതൊക്കെ ഞാൻ 1 കപ്പ് എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗവും പച്ച ഭാഗവും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സോയാ സോസ് വളരെ ലൂസായിട്ടുള്ളതാണ്, തിക്കല്ല. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ അരി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ ആദ്യം വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ചോറ് തമ്മിൽ വേറിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന അതേ പാത്രമാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അങ്ങനെ ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 2 ടീസ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, തിളക്കുന്നത് വരെ. തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ചോറ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ 5 മുട്ടയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട്. അപ്പം മോളാണ് കേട്ടോ മുട്ട ബീറ്റ് ചെയ്യുന്നത്. അവൾക്ക് മുട്ട പൊട്ടിച്ച് അപ്പോൾ അവൾ ഫോർക്ക് എടുത്ത് വരും അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ആ സെയിം പാത്രത്തിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തൊന്ന് ചിക്കി എടുക്കണം. അപ്പം ഓയിൽ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ മുട്ടയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടയും നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മുട്ടയും അതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്ന കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ
നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. നന്നായിട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അപ്പം വെളുത്തുള്ളീൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മതി. അങ്ങനെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. നല്ലവണ്ണം ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഇടുമ്പോൾ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഒഴിവാക്കാതെ ഉണ്ടാക്കുന്നതാവും നല്ലത്. അപ്പം നമ്മൾ ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുരുമുളകും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 5 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ലൂസായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അത്രയും ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. തിക്കാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി ആദ്യം പൊരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും മുട്ടയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ആവശ്യമാണെങ്കിൽ സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അതിന് ശേഷം വെള്ളം വാർത്തെടുത്തിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഫുള്ള് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുകളിൽ. അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്പ്രിംഗ് ഓണിയൻ്റെ മുകളിലുള്ള ഗ്രീൻ ഭാഗം, അപ്പോൾ അതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെജിറ്റബിൾസും ചോറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം ഗോബി മഞ്ചൂരിയനാണ് ഞാൻ ഇതിൻ്റെ സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.